വരൂ. മണി, കിടക്കയിൽ മറ്റൊരുത്തന്റെ ഭാര്യയെ അവളുടെ ഭർത്താവാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു പുരുഷന് കഴിയില്ല. അവൾ തിരിച്ചറിയും. പിന്നെ നിന്റെ ഈ തല കാണില്ല. എന്താ അമ്മ, എത്ര നേരായി തലേ വെള്ളം ഒഴിച്ചോണ്ട് നിൽക്കുന്നു? വല്ല പനിയും പിടിക്കും. വരൂ. അമ്മണി പൊക്കോളൂ. ഞാൻ പൊക്കോളൂ. ഡോക്ടർ പറഞ്ഞ അമ്മണിക്ക് ഓർമ്മയില്ലേ? പൊക്കോ. പോ പോ. അയ്യോ സാറേ, വേണ്ട. നിനക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്ന ആഫീസറാക്കാം. പിന്നെ വിളിച്ചു പറയൂ. കൊടുക്കാതെ ജോലി ജോലി. സാർ, അദ്ദേഹം എന്നെ... ജാനകി, കരയരുത്. സാറിന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ക്ഷമിക്കണം. ജനങ്ങൾ ആരാധിക്കുന്ന മന്ത്രിയല്ലേ. നീ ഇത് ആരോട് പറയരുത്. നിനക്ക് എന്ത് വേണമെന്ന് തരാം. എനിക്കൊന്നും വേണ്ട സാർ. അധ്വാനിച്ച് കഴിയുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരിയാണ് ഞാൻ. തറന്നടിക്കും, പക്ഷെ തനി തറയാവില്ല. നിന്നെ ഞാൻ വൃത്തികെട്ട നായേ, നീ എന്താണാ ചെയ്തത്? പിന്നെ ഞാനെന്ത് വേണം? മന്ത്രിയുടെ ഭാര്യ തൊട്ടോട് നിങ്ങൾ പറഞ്ഞു. പിന്നെ ഉള്ളത് പെങ്ങളാണെന്ന് കരുതാൻ പറഞ്ഞു. ഇവളെ കണ്ടതോടെ ഞാൻ കനകത്ത് ഞാപകം വന്നാ ചതുത്താ. എനിക്ക് അവളെ പാക്കണം. എപ്പടിയാവത് ഇങ്ങിരുന്ന് പോകണം. ഇല്ലെന്നാ എനിക്ക് പൈത്യം പിടിച്ചിടും, പ്രാന്ത് പിടിച്ചിടും. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം. ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ച്. സത്യമാ? സത്യം. എന്റെ കർത്താവേ, അപ്പടിയല്ലേ നടക്കറേ. തൊഴിലാളികളെ സംഘടിക്കുവിൻ. സമരവും സത്യാഗ്രഹവും ചെയ്ത് പാവം ജനങ്ങളെ കൊള്ളയടിക്കുവിൻ. മോനെ മണി, ഇതാരാന്ന് നോക്ക. മോനെ മണിയണ്ട. ആരായി മണിയണ്ടൻ? മോനെ, ഞങ്ങൾ തമ്മിലിണങ്ങി. ഇനിയും നിങ്ങളുടെ കല്യാണത്തിന് ഈ അമ്മൂമ്മ തടസ്സം നിൽക്കില്ല. അതോർത്ത് എന്റെ കണ്ണം വിഷമിക്കണ്ട. എന്തിനാ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത്? ഇതിലും ഭേദവും കൊന്നുകളയും. അങ്ങനെ പറയാതെ മച്ചാ. ഉനക്കാக நான் என்னெல்லாம் சமைச்சு கொண்டு வந்திருக்கேன் பாரு. மாட்டுக்கறி, கருவாட்டு குழம்பு, பாயா, மீன் குழம்பு. உனக்கு ரொம்ப பிடிக்கும்ல? പിടിക്കുമെന്ന് ആര് சரி, പറഞ്ഞു? பிடிக்க வேண்டாம், ஆனாலும் சாப்பிடு. എടുത്തോണ്ട് പോകുന്നുണ്ടോ? എനിക്ക് എന്റെ നാട്ടിൽ പോലും പിടിക്കില്ല. ஐயோ, அது அசுகம் കൊണ്ട് തോന്നുന്നതാ. കൊഞ്ചമാവത് സാപ്പിടുകണ്ണ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താ അവിടെ ബഹളം? ഷാഠ്യം ഇല്ലേ? ഞാൻ മാറ്റിത്തരാം. വല്ലപ്പോഴും ഇറച്ചിയും മീനും കൊടുക്കാൻ തിരുമേനി പറഞ്ഞത് കൊണ്ടാ. കണ്ടില്ലേ? ഇങ്ങോട്ട് മാറുന്നോളോ. കഴിക്കേ കഴിക്കാൻ. വൈദ്യരെ, നിങ്ങളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മത്സ്യവും മാംസവും കഴിക്കുന്നവനല്ല ഞാൻ. വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയൻ. ഞാനൊരു ഗാന്ധിയനാണ്. അനുസരിച്ചില്ല അല്ലേ? കഴിക്കാനാണ് പറഞ്ഞത്. കഴിക്കാൻ. ഞാൻ പറയുന്ന ഇതിന് നിങ്ങൾക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു തരാൻ എനിക്ക് കഴിയും. ഞാൻ മന്ത്രിയാണ്, ഓർമ്മ വേണം. ആയിരിക്കുന്നവൻ ജഡ്ജിയാ. പലവട്ടം തൂക്കാൻ വെച്ചതാ. അവന്റെ ഒരു ശിക്ഷ. കഴിക്കാൻ കഴിക്കാൻ കഴിക്കാൻ. പറഞ്ഞു മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? கலக்கிட்டு பாருது ஸ்டைலே. சிக்குவால மயிலே. இப்ப ஓகே நான் அடி தூளே. இப்பது எத்திராச்சா மனசெல்லாம் செலவை செய்யும். എന്ത് സ്പീഡാ ഇത്? പതുക്കെ പോവും, പതുക്കെ പോവും. ഞാനാ പറയണേ, സ്പീഡിൽ പോ. പതുക്കെ പോ. സ്പീഡിൽ പോ. കൊള്ളാ കൊള്ളാ. പോട്ടെ. ഓ, എന്തൊരു പോക്കാണോ. ഇങ്ങനെയല്ലേ പോകണ്ടത്? വിട് വിട്.
കാറല്ല കാർ താൻ ചുമരിടും ആഭ്യന്തരമന്ത്രിയാ മുടിഞ്ഞു പോകാനായിട്ട് അവന്റെ ഒടുക്കത്തെ ഒരു പോക്ക്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. നിക്കേ, മാറി നിൽക്കടോ. പുറത്ത് കിങ്കരന്മാരെ നിർത്തി എന്നെ തടയാമെന്ന് കരുതിയല്ലേ? പലരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി. എന്താ? സത്യം പറയണം. പറയാം. നിക്കാൻ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. സത്യം എന്താന്ന് പറയാതെ ഞാൻ പിടിക്കവനെ മന്ത്രിയെ കയ്യേറ്റി വീട്ടിൽ കയറി ഒന്ന് ബഹളം ഉണ്ടാകുമല്ലോ. പോലീസ് പോലീസ് അയ്യോ പോലീസ് പിടിക്കവനെ പിടിക്കവനെ ചേച്ചി ദേവേട്ടനൊന്ന് ചേർന്നെന്ന് പറ. ഏട്ടാ, ദേവേട്ടനെ കൊണ്ടുവരുന്നെന്ന് പറ. ഏട്ടാ, please, please. ദേവേട്ടാ. ഹലോ. യെസ് അവൻ ഒരിക്കലും പുറത്തു വരരുത്. യെസ് സർ. നീ മന്ത്രിയെ കൈയേറ്റം ചെയ്യാൻ മാത്രം വളർന്നു അല്ലേടാ? വെള്ളം. നിങ്ങൾക്ക് കിട്ടിയ പരോളിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കണം. വിശ്വസിച്ചേൽപ്പിക്കാൻ ഇവിടെ വേറെ ആളുകളില്ല. പ്രത്യേകിച്ചും അടുത്തിവിടെ ഇറങ്ങുന്ന RDX വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ. മനസ്സിലായോ? സർ, അല്പ റിസ്ക് ഉള്ള ജോലിയാണ്. അതുകൊണ്ട് അതറിയാം. പേടിക്കണ്ട. ഹോം മിനിസ്റ്ററുടെ സഹായം നമുക്കുണ്ട്. മണി, ഞാൻ മണിയല്ല മന്ത്രിയാണ്. എന്താ ജഡ്ജി എന്റെ അടുത്തേക്ക്? എന്നെയും തൂക്കാൻ വിധിക്കാനാണോ? ജഡ്ജി? ജഡ്ജി തന്നെ. എവിടാ? സെഷൻസിലോ ഹൈക്കോർട്ടിലോ? എടാ നായിന്റെ മോനെ, ഇതൊക്കെ മറന്ന് ഞാൻ സുഖപ്പെട്ട് വരുമ്പോ വീണ്ടും നീ എന്നെ ഭ്രാന്തനാക്കാൻ നോക്കുന്നടാ ഭ്രാന്ത. പിടിവിടണം. വൈദ്യരെ എന്നെ കൊല്ലുന്നേ. വൈദ്യരെ എന്നെ കൊല്ലുന്നു. വൈദ്യരെ പിടിവിടൂ. പിടിവിടൂ സഹോദര. അക്രമം തുടങ്ങിയില്ലേ? കൂട്ടത്തിലുണ്ട ഒറ്റയ്ക്ക് കൊണ്ടുപോയി പൂട്ടിയോ? എന്നെ ബലം പ്രയോഗിക്കട്ടെ. വന്നോളാം. ഒറ്റയ്ക്ക് കൊണ്ടുവരണോ? കാലത്ത് 10 മണിക്ക് അട്ടാശ്ശേരി വിമാനത്താവളത്തിന്റെ 3 ഹാങ്ങറുടെ നിർമ്മാണം. അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നിട്ട് മതി. മതി മതി. അതിനുവേണ്ടി ഈസ്റ്റ് വെസ്റ്റ് ജെറ്റ്. ഞാനൊന്ന് ഇരുന്നോട്ട് എന്നിട്ട് വായിക്കും. സോറി, ഷാൽ ഐ പ്രൊസീഡ് സർ? ആ അതിനുവേണ്ടി ഈസ്റ്റ് വെസ്റ്റ് ജെറ്റ് എയർ മോഡി ലിഫ്റ്റ്. അവന്മാരോട് പോവാൻ പറ. ഹാങ്കറുകളുടെ കൺസ്ട്രക്ഷൻ നമ്മൾ വേറെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ സർ? അതെ സർ, കാലത്ത് 11 മണിക്ക് വനമഹോത്സവ വാരാഘോഷം വൃക്ഷത്തൈ നടൽ. 12 മണിക്ക് സിറ്റി പോലീസ് ഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്ന ഭജനമഠത്തിന്റെ ശിലാസ്ഥാപനം. 12:30 ചക്കക്കുഴിയിൽ ടെക്സ്റ്റൈൽ ഷോറൂം ഉദ്ഘാടനം. 2 മണിക്ക് ഏഷ്യാഡിൽ 400 മീറ്ററിൽ 4ാം സ്ഥാനം വാങ്ങിച്ച പ്രീതി ഉൽഹന്നാന് സ്വീകരണം, ടൗൺ ഹാൾ. 3 മണിക്ക് കൈകൊട്ടിക്കളി വിദഗ്ധ ശ്രീമതി കാർത്തിയാനി വാരസ്യാർക്ക് പൊന്നാട അണീക്കൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നാട് ഭരിക്കാൻ എവിടെ സമയം? സമയക്കുറവ് എല്ലാ മന്ത്രിമാർക്കും ഉണ്ട് സർ. ആഹാ. അല്ല, ഇത് വൈകുന്നേരത്തെ പ്രോഗ്രാം എന്താ?
വൈകുന്നേരം 5 മണിക്ക് കൂട്ടയോട്ടം. സൗഹാർദ്ദവും വർദ്ധിപ്പിക്കാൻ പട്ടിണിയും തൊഴിലില്ലായ്മയും അവസാനിപ്പിക്കാൻ നടത്തുന്ന കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ വേണുഗോപാൽ. ആഭ്യന്തരമന്ത്രി വേണുഗോപാൽജി! ആഭ്യന്തരമന്ത്രി വേണുഗോപാൽജി! മാന്യമഹാജനങ്ങളെ, ഒരു മനോഹര സായാഹ്നമാണിന്ന്. നിങ്ങളേറെ നേരമായി കാണാൻ കൊതിച്ചിരുന്ന കലാപരിപാടികൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേജിൽ ആരംഭിക്കുന്നതാണ്. എന്തിനോടണം? ഇത്തരം സ്റ്റേജുകളിൽ നിന്നും എന്നെ കല്ലെറിഞ്ഞും കൂവി വിളിച്ച് ഓടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വഴങ്ങിയിട്ടില്ല. പാട്ടും ആട്ടവും ഒരുതരം വില കുറഞ്ഞ കൂത്താണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ ചെറുപ്പക്കാരുടെ ഹരമാണല്ലോ കാതലിലും ജെന്റിൽമെല്ലും നടിച്ച പ്രഭുദേവ്. അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോത്സാഹനവും ഉടുപ്പും റഹ്മാന്റെ സംഗീതവും ഉണ്ടെങ്കിൽ അതിലും ഭംഗിയായിട്ട് ആടാൻ കഴിയുമെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. ഊർവശി ഊർവശി. കൂട്ടയോട്ടത്തെ പറ്റി പറയൂ. അതെ, ഓട്ടം. അതെ, കൂട്ടയോട്ടം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓടുന്നത് തടി കൂടിയവർക്ക് വളരെ നല്ലതാണ്. പോലീസുകാർക്ക് കള്ളനെ പിടിക്കാമല്ലോ. അതിലും നല്ലതാണ് കൂട്ടച്ചാട്ടം. സ്റ്റേജിൽ നിന്നും ഒരിടത്തും പോകാതെ നമുക്കിവിടെ വെച്ച് നടത്താവുന്നതാണ് ഈ കർമ്മം. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു. എല്ലാവരും ചാടിക്കോളൂ. അലക്സ്, ചാടൂ ചാടൂ.